നമ്മുടെ ആശമോള് വിളിച്ചിട്ട് പറഞ്ഞു മോനെ പറഞ്ഞ് വിട്, ഒരു സാധനം കൊടുത്ത് വിടാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയിട്ട് ആളൊന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. അങ്ങോട്ട് പോയപ്പോൾ പുറത്തൊന്നും ആളെ കണ്ടില്ല. അപ്പം മനസ്സിലായി കിച്ചണിലായിരിക്കുമെന്ന്. അപ്പോൾ അവിടെ തട്ടും മുട്ടും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആൾ പെട്ടെന്ന് ഞാനാണ് പോകുന്നതെന്ന് പ്രതീക്ഷിച്ചില്ല. ആൾ സർപ്രൈസിലൊക്കെ ആയി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാർസലിൻ്റെ അകത്താണ് എനിക്ക് കൊടുത്തുവിടാൻ വെച്ചിരുന്ന സാധനം ഉണ്ടായിരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മധുരക്കിഴങ്ങും പിന്നെ അതിൻ്റെ കൂടെ ഒരു കഴിക്കാനുള്ളൊരു ചമ്മന്തി ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് കൊടുത്തു വിടാമെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ പോയപ്പോൾ അത് പെട്ടെന്ന് എടുത്ത് പാത്രത്തിലൊക്കെ എടുത്തിട്ട് ഞാനും മോനും മോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. മോൻ കഴിച്ചിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ മധുരക്കിഴങ്ങിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ആദ്യമായിട്ടാണ് കേട്ടോ ചേർത്ത് കഴിക്കുന്നത്. സാധാരണ നമ്മുടെ കപ്പയില്ലേ, ആ കിഴങ്ങിൻ്റെ കൂടെ ഞാനിത് കഴിച്ചിട്ടുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. മധുരക്കിഴങ്ങിന് നമ്മൾ പറയുന്ന അത്ര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ചമ്മന്തിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനിൽ നമ്മളൊരു ചൂട് കട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ കട്ടനും നമ്മുടെ മധുരക്കിഴങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് എന്നെ കഴിച്ച് ഫുള്ളാക്കി, വയറൊക്കെ ഫുള്ളാക്കി അവിടെ വെച്ച് എന്നെയൊക്കെ കാലിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഈ എരിവിൻ്റെ കൂടെ ഈ ചൂട് കട്ടൻ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെ അല്ലേ. അങ്ങനെ നമ്മൾ കട്ടനുമൊക്കെ കുടിച്ചിട്ട് പിന്നെ ആശമോള് നമ്മുടെ കണ്ണെഴുതുന്ന ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം അപ്പോൾ എനിക്കിങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ കണ്ണ് വരച്ചിട്ട്. അപ്പോൾ അവിടെ മിററൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫോണിലെ ക്യാമറ നോക്കി തന്നെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൊള്ളാമെന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറ്റുന്ന രീതിയിലങ്ങ് വരച്ച് നോക്കിയാൽ സാധാരണ നമ്മുടെ ഐലൈനർ വരയ്ക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല കട്ടിയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കി വരച്ചത് കൊണ്ട് ചെറിയ രീതിയിൽ അങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഐലൈനറും എടുത്തിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഉണ്ടായിരുന്നല്ലോ. വീഡിയോ അതിട്ട് കാണുന്നവരുണ്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.